എൻ്റെ കർത്താവേ, മുല്ലപ്പെരിയാറെങ്ങാനും പൊട്ടിയാൽ തീർന്നു കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ചുമ്മാ നമ്മൾ ടി വിയിലും കണ്ടിങ്ങനെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. സർക്കാർ എന്താണെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ഇടതും വലതും സർക്കാരുണ്ട്, എന്താ പറയുക, പ്രതിപക്ഷവും ഉണ്ട്, ഭരണപക്ഷവും ഉണ്ട്. ആലോചിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്യുക. മുല്ലപ്പെരിയാർ പൊട്ടിയ മൂഞ്ചി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മൂഞ്ചിലായിരിക്കും. വെടി തീർന്നെന്ന് ഓർത്താൽ മതി. കാരണം എത്ര ലക്ഷം ആൾക്കാരെ മരിക്കാൻ പോകുന്നേ. ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നൊന്നുമില്ല. ഇവിടെ കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നന്നായിട്ട് പഠിച്ച ആൾക്കാർ പറയുന്നുണ്ട് ഇത്രയും വലിയ പ്രശ്നമാണ് വരാൻ പോകുന്നതെന്നുള്ളതും. പക്ഷേ എന്നിട്ടും ഒരു അനക്കവും ഇല്ല. കാരണം അതെങ്ങാനും പൊട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് എന്നാ പറയുന്നത് മറ്റ് നികുതിയായിട്ടോ അല്ലാതായിട്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ പിരിക്കാനും പെറുക്കാനും ഞങ്ങളാരും കാണത്തില്ല. ഉള്ള കാര്യം പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കുക. കാരണം ഇപ്പോഴത്തെ വയനാട്ടിലെ ഉരുൾ പൊട്ടിയപ്പോൾ തന്നെ കണ്ടു ഇത്രയധികം ആൾക്കാർ, എന്താ പറയുക, ആൾക്കാർ ചിഹ്ന ഭിന്നമായിപ്പോയി. പലരുടെയും മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാം പല കഷ്ണങ്ങളായിട്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ പോയി. കുറച്ച് പേരൊക്കെ കിട്ടി, പിന്നെ കുറേ പേരെ കൂട്ടി ഒന്നിച്ചടക്കി. അങ്ങനെ പല പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മൾ കാണുന്നു. അപ്പം ഈ എന്താ പറയുക, മുല്ലപ്പെരിയാറെങ്ങാനും പൊട്ടിയ തീർന്നെന്ന് ഓർത്താൽ മതി. ലക്ഷങ്ങളാണ് തീർന്നത്. ഏതാണ്ട് കണക്കൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇത് കുറേ ലക്ഷം അധികം ആൾക്കാർ മരിക്കുമെന്ന് കേൾക്കുന്നത്. അപ്പം പിന്നെ കേരളം പിന്നെ ഉണ്ടാവുമോ? കേരളം ഉണ്ടാകും. കേരളത്തിൽ മുറിഞ്ഞ കേരളമായിട്ട് കാണും. കാരണം കുറേ ജില്ലകൾ എന്ന് പറഞ്ഞാൽ 2, 3 അല്ല 4 ജില്ലകളൊക്കെ അങ്ങ് മാറുക എന്ന് പറഞ്ഞാൽ 4 ജില്ലയാണോ അതിൽ കൂടുതലാണോ നടത്തില്ല. പോയി എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കുക സർക്കാരെ. ഉള്ള കാര്യം പറയുക. ചുമ്മാ മനുഷ്യന്മാരെ ഇങ്ങനെ ഇട്ട് തീ തീറ്റിക്കരുത്. കാരണം ഇപ്പോൾ ഉള്ള സംഗതി തന്നെ കണ്ടിട്ട്, വയനാട്ടിലെ തന്നെ കണ്ടിട്ട് നമുക്ക് പേടിയായിട്ടിരിക്കുക. ഇത്രയധികം ആൾക്കാർ മരിക്കുന്ന ഒരു സാഹചര്യമാണ്. വെറുതെ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇപ്പം ദേ പറയുന്നു അതിന് വളവുണ്ടെന്നൊക്കെ. നമുക്കറിയത്തില്ല, നമ്മളാരും പോയി കാണുന്നുമില്ല. പക്ഷേ വളവുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങാനും പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാൻ ദൈവമേ ഞങ്ങളാരും കാണത്തില്ല. ഞങ്ങളെന്നല്ല, കുറേ അധികം ആൾക്കാർ കാണത്തില്ല. എങ്ങനെയായാലും രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കുക. വേറെ ഒന്നും പറയുന്നില്ല. മുല്ലപ്പെരിയാറിനെ കുറിച്ച് കുറേ നാളുകളായിട്ട് കേൾക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായം എന്നാ പറയുന്നത്, പ്രായം കഴിഞ്ഞ ഒരു ഡാമാണെന്നാണ് പറയുന്നത്. അത് ഒത്തിരി പഠനങ്ങളും കാര്യങ്ങളും എല്ലാം വന്നല്ലേ. നിങ്ങളൊക്കെ ബുദ്ധിയും ബോധമുള്ള ആൾക്കാരല്ലേ മുകളിൽ ഇരിക്കുന്ന, ഭരിക്കാനും ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ബുദ്ധിയും ബോധമുള്ള ആൾക്കാരൊക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പം എന്താ പറയുക, നല്ല എന്താ പറയുക, ഒരു ഡാം അല്ലെങ്കിൽ ഇത് പൊട്ടുവാണെങ്കിൽ തന്നെ, അല്ല പൊട്ടരുത്, അതിന് മുന്നേ തന്നെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാം. പൊട്ടിയാൽ തീർന്നു, വെടി പുകയും. നമ്മൾ പണ്ട് മറ്റേ ബൈബിളിനകത്ത് വായിച്ചിട്ടുണ്ട്, പണ്ട് പ്രളയം വന്നപ്പോൾ നോഹ പെട്ടകം പണിതു, ഇത്രയധികം ആൾക്കാരെയൊക്കെ അതിൻ്റെ അകത്തു കയറിയ ആൾക്കാർ രക്ഷപ്പെട്ടു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടകം പണിയാനോ അല്ലെങ്കിൽ അതിന് പോകാനോ അല്ല പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്നും അതിനുള്ള വകുപ്പോ കഴിവോ ഒന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കുക. മുല്ലപ്പെരിയാറെങ്ങാനും പൊട്ടിയാൽ തീർന്ന്. എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്യും സർക്കാരെ. വേറൊന്നും പറയാനില്ല. രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക.